ബൈജു തുടരുന്നുണ്ട്. ബൈജു, വലിയൊരു ദുരൂഹത അപ്പോഴും അവശേഷിക്കുകയാണ്. ഈ വ്യൂ പോയിന്റിനടുത്തേക്കുള്ള ദൂരം പാർക്കിങ്ങിൽ നിന്ന് അത് വലിയൊരു ദൂരമായിരുന്നു. കാരണം ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിലാണ് ഈ കുട്ടിയെ കാണാതായത് എന്ന് പറയുമ്പോൾ വലിയ ദൂരത്തേക്കാണെങ്കിൽ എന്തുകൊണ്ടായാലും ആ 40 അംഗ സംഘത്തിന് പെൺകുട്ടി പോകുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുറത്തു വരുന്ന വിവരം, ഈ വ്യൂ പോയിന്റിലേക്ക് പോകാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു. താഴേക്ക് വീഴാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതെ സോറി, നമ്മൾ ഈ നാട്ടുകാരുമായി ഈ പ്രദേശവാസികളുമായി ഒക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു അപകടം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അതും മാത്രമല്ല, ഈ മാണിക്ദാര വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നിരവധി കൊക്കകളുണ്ട്, ശരിയാണ്. പക്ഷേ അതുപോലെ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ ഇവരെല്ലാം കൂട്ടത്തോടുകൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഈ കുടുംബവും പറയുന്നത്. അതായത് 30-40 പേരടങ്ങുന്ന ഈ സംഘം ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. തൊട്ട് ശ്രീനന്ദയെ കാണാതാവുന്നതിന് തൊട്ട് മുൻപ് ഇവർ ഒരു ഫോട്ടോയിൽ ഇവർ എല്ലാം ഒരുമിച്ച് കൂടുന്നു. പിന്നീട് ഒരു 4-5 മിനിറ്റിനകം പെട്ടെന്നാണ് ശ്രീനന്ദയെ കാണാതാവുന്നത്. അതാണ് ഇതിൽ വലിയൊരു ദുരൂഹത തുടക്കത്തിൽ ഉയരാൻ ഉണ്ടായ കാരണം. അതിനുശേഷം ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയത്, അതായത് ഈ കാർ പാർക്കിങ്ങിന്റെ സ്ഥലത്ത് നിന്നും ഏകദേശം തൊട്ടടുത്താണ് ഇവർ എത്തിയിരുന്നത്. ആ സമയത്താണ് ശ്രീനന്ദയെ കാണാതാവുന്നത്. പക്ഷേ മൃതദേഹം കണ്ടെത്തിയത് 4-5 കിലോമീറ്റർ മാറി. അതൊരു പക്ഷേ ഈ വലിയ കൊക്കയായതുകൊണ്ട് തന്നെ അവിടത്തേക്ക് എത്താൻ 4-5 കിലോമീറ്റർ ചുറ്റി വേണം. വളരെ സാഹസികമായാണ് അവിടെ ഈ മൃതദേഹം പുറത്തെടുക്കുന്നതൊക്കെ. മണിക്കൂറുകൾ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത് അത്ര വലിയൊരു കൊക്കയായതുകൊണ്ടാകാം. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് ഈ സംഘം സഞ്ചരിച്ചിട്ടേ ഇല്ല എന്നാണ് കുടുംബം പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒരു ആശങ്കയായി. ഇപ്പോൾ എന്താണ് ഇതിനൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അനുപത് പറഞ്ഞതുപോലെ ഇപ്പോഴും അവശേഷിക്കുന്നത്. അതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നാണ് കുടുംബം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പോലീസ് അന്വേഷണം അത് മുഖ്യമന്ത്രി തലത്തിലും കർണാടക ആഭ്യന്തരമന്ത്രി തലത്തിലും വലിയ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ഇന്നലെ ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. മൃതദേഹം കണ്ടെത്തിയത് മുതൽ വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. രാത്രി തന്നെ 12 മണിവരെ സർജൻ ഉൾപ്പെടെ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകി. അതിനുശേഷം 12 മണിക്ക് ഈ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി ഈ മൃതദേഹം കൈമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ഇതിൽ ഈ ദുരൂഹത പൂർണ്ണമായും അകന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നിലവിലെ കണ്ടെത്തൽ അതിൽ ഒരു ദുരൂഹത ഇല്ല എന്ന് ഇപ്പോൾ എടുത്തു പറയേണ്ടി വരും. അപ്പോഴും ഈ ഉയരുന്ന ചോദ്യം അത് തന്നെയാണ്. വലിയ തോതിൽ അനുസരി പറയുന്നത് പോലെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്ര, തൊട്ട് മുൻപ് വരെ ഏതെങ്കിലും തരത്തിൽ കുട്ടി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വിഷമം കുട്ടിക്ക് ശ്രീനന്ദയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ സ്വയം ഇങ്ങനെ ഒരു കുഴിയിലേക്ക് ചാടി അല്ലെങ്കിൽ ഒരു ജീവനെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഒരു സാധ്യതകൾ നീങ്ങാതെ നിലനിൽക്കുകയാണ്. എങ്ങനെ കുട്ടി അവിടെ എത്തി, എങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതൊക്കെ ഒരു വലിയ ദുരൂഹതയായി അവിടെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 10:15 ശ്രീനന്ദയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 1 മണിയോടെ ആയിരിക്കും സംസ്കാരം ഉണ്ടാവുക. കെ.വി. ബൈജുവും CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.